കരുണാമയനായ കർത്താവിൻ്റെ കൃപാകടാക്ഷമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ മനസ്സുരുകി കരയാനാകൂ കുഞ്ഞേ. നിന്റെ ഈ കണ്ണുനീർ കർത്താവ് കാണുന്നുണ്ട്. പഠിച്ച പാഠങ്ങളും അറിഞ്ഞ കാര്യങ്ങളും നിന്നെ നന്മയിലേക്ക് മാത്രമേ നയിക്കൂന്ന് ഓഫനേജിലെ മദർ എപ്പോഴും പറയുമായിരുന്നു. എന്നിട്ടും ഇങ്ങനൊരു വിധി എനിക്ക്. ഈ വിധി കർത്താവിൻ്റെ നിശ്ചയമാണ്. അത് നിന്നെ നന്മയിലേക്ക് മാത്രമേ നയിക്കൂ. മിന്നു കിട്ടിയ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് നീ ചെയ്ത തെറ്റെങ്കിൽ അത് കർത്താവിൻ്റെ കണ്ണിൽ വലിയൊരു ശരിയാണ്. അതിന് കാരണക്കാരൻ നിന്റെ ഭർത്താവ് തന്നെയല്ലേ? സ്വർഗത്തിലെ മാലാഖമാർക്ക് തെറ്റുപറ്റിയാൽ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ വിധിക്കപ്പെടും. പക്ഷേ അവർക്ക് നന്മ മാത്രമേ കർത്താവ് നൽകൂ. അത്തരത്തിലൊരു ജന്മമാവും നിന്റേത്. നീ ചെയ്യുന്നത് പാവമാണെങ്കിൽ അത് പൊറുക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ യാത്രയാവുകയാണ് ടോം. പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ലോകത്തിലേക്ക്. ടോം എഴുതിയിരുന്നല്ലോ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നതല്ല കുഞ്ഞെന്ന്, കർത്താവ് നൽകുമ്പോൾ തിരസ്കരിക്കരുതെന്ന്. ഇല്ല, ഇനി എൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുകയാണ്. ഒരു കൈത്താങ്ങു പോലെ ഡോക്ടർ വിമലയുണ്ട് എന്നോടൊപ്പം. എന്നും നേർവഴികൾ മാത്രം എനിക്ക് ഉപദേശിച്ചു തന്ന ടോമിൻ്റെ അദൃശ്യ സൗഹൃദം ഇനിയും ഉണ്ടാകുമെന്ന ആശ്വാസത്തോടെ നിർത്തുന്നു. ആനി. സിസ്റ്റർ, അതാ റോയി തരകന്റെ കാറല്ലേ ഇന്നലെ ഫംഗ്ഷന് വന്നിരുന്ന? ആണോ? അതെ, അയാള് തന്നെ. അയാൾ എന്തിനാ വീണ്ടും വന്നത്? നിന്നെ കാണാൻ വന്നതാവും. എന്നെയോ? എന്തിന്? ഇന്നലത്തെ നിന്റെ മ്യൂസിക് പ്രോഗ്രാം കണ്ട് വാനോളം പുകഴ്ത്തി പോയതല്ലേ. വീണ്ടും ഒന്ന് കാണണമെന്ന് തോന്നിക്കാണും. ഷോ, ഈ സിസ്റ്റർ. ആനിമോളെ, മദർ തിരക്കുന്നു. പള്ളി പിരിഞ്ഞ് എത്തിക്കാണുന്ന് കരുതി ഞാൻ മുറിയിൽ പോയി നോക്കി. വേഗം ചെന്നാട്ടെ. ഗുഡ് മോർണിംഗ് മദർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. മദർ എന്നെ തിരക്കിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ മദർ? നിന്റെ സ്പോൺസറായിരുന്ന വർഗീസ് മുതലാളിയുടെ 3 മേൽ കുർബാനയായിരുന്നു ഇന്ന്. പ്രാർത്ഥനയ്ക്ക് ഞങ്ങളും പോയിരുന്നു. അദ്ദേഹം മരണപ്പെട്ട സ്ഥിതിക്ക് സ്പോൺസർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മക്കളോട് അച്ഛൻ സംസാരിച്ചു. പക്ഷേ അവർക്കത് തുടരാൻ താല്പര്യമില്ലെന്ന്. എന്നുവെച്ച് നിന്റെ പഠിപ്പിന് മുടക്കമൊന്നും വരികയില്ല. അക്കാര്യം മറ്റൊരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആളെ എനിക്കറിയാം, മിസ്റ്റർ റോയി തരകൻ. ഇന്നലത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ കണ്ടു കാറ് പോകുന്നത്. സമ്പന്നനാണ്, എന്നാൽ പാവങ്ങളോട് മനസ്സലിവുള്ള ചെറുപ്പക്കാരൻ. ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഇന്നലത്തെ ഫംഗ്ഷനിൽ അച്ഛൻ പ്രസംഗിച്ചില്ലേ? അത് മനസ്സിലാക്കിയിട്ടാവണം വലിയൊരു തുക സംഭാവന നൽകാനാ അയാൾ വന്നത്. 1 2 അല്ല, 5 ലക്ഷം അതിൻ്റെ ചെക്കായി ഇരിക്കുന്നേ. അപ്പോഴാ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഈ റിക്വസ്റ്റ് വെച്ചത്. അയാൾക്ക് സമ്മതമാ. പക്ഷേ മറ്റൊരു റിക്വസ്റ്റ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനൊരു മറുപടി നൽകാൻ ആനിമോളുടെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്റെ സമ്മതം എന്താ മദർ? ആനി, ഇവിടത്തെ നിയമങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. 18 വയസ്സ് കഴിഞ്ഞവരെ ഇവിടെ താമസിപ്പിക്കാൻ സഭാ നിയമം അനുവദിക്കുന്നില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നാ നിയമം. എന്നുവെച്ച് ആരെങ്കിലും ഒരാളെ കണ്ടെത്തി നിന്നെ പറഞ്ഞയക്കാൻ ഞങ്ങൾക്കാവില്ല കുട്ടി. ഒരു ചോര കുഞ്ഞായി ഈ പള്ളിമുറ്റത്ത് നിന്നാ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും നിന്നോട് ഞങ്ങൾക്കുണ്ട്. എന്തിനാ മദർ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? എല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ? അതെ,
എല്ലാം നിനക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് നിനക്ക് മനസ്സിലാവുകയും ചെയ്യും. റോയ് തരകന്റെ റിക്വസ്റ്റ് മറ്റൊന്നുമല്ല. അയാൾക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആനിയുടെ മിടുക്കും കലാവാസനയൊക്കെ കണ്ടപ്പോഴാ അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ജനിച്ചത്. ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ നിന്നെ വന്ന് അഭിനന്ദിക്കുകയും ചെയ്തില്ലേ? വിവാഹം കഴിഞ്ഞാലും എത്രത്തോളം വേണമെങ്കിലും പഠിക്കുന്നതിനും അയാൾക്ക് എതിർപ്പുമില്ല. അങ്ങനെ ഒരാളെ കിട്ടുന്നത് കർത്താവ് നിനക്ക് വെച്ച് നീട്ടിയ ഒരു മഹാഭാഗ്യമായിട്ടാ ഞങ്ങൾ കരുതുന്നത്. എന്താ നിന്റെ അഭിപ്രായം? ഫാദർ, വിവാഹത്തെക്കുറിച്ച് അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ചിന്തിക്കണം കുട്ടി. ഇയാളല്ലെങ്കിൽ മറ്റൊരാൾ, അങ്ങനെ ആരെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ ഞങ്ങൾക്ക്. അനാഥ കുട്ടിയോട് തോന്നുന്ന സഹതാപവുമായി ആരെങ്കിലും വരുമായിരിക്കും. പക്ഷേ അങ്ങനൊരാളല്ല നിനക്ക് വരേണ്ടത്. ഇതിപ്പോ നിന്നെ അറിയുന്ന, നിന്റെ കഴിവുകളെ അംഗീകരിക്കുന്ന ഒരാൾ മനസ്സിൽ തോന്നിയത് സ്ട്രെയിറ്റ് ഫോർവേഡായി വന്ന് പറയുകയും ചെയ്തു. അതിൽ മതിപ്പ് തോന്നി ഞങ്ങൾക്ക്. കുട്ടിക്കാലത്തെ റോയിയുടെ അമ്മ മരണപ്പെട്ടു. അപ്പനുണ്ട്, വിദേശത്തെങ്ങാണ്ടോ ബിസിനസ് നടത്തുന്നു. അടുത്ത ആഴ്ച അദ്ദേഹം വരുന്നുണ്ട്. നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് മറുപടി പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതറിയാനാ നിന്നെ ഇപ്പൊ വിളിപ്പിച്ചത്. ഞാൻ എന്താ മദർ പറയേണ്ടത്? എല്ലാം മദർ തീരുമാനിച്ചാ മതി. അതുപോരെ കുട്ടി, നിന്റെ വിവാഹകാര്യമാ. തീരുമാനം നിന്റേതാവണം. ധൃതിയില്ല, മെല്ലെ ആലോചിച്ച് തീരുമാനിച്ചു പറഞ്ഞാ മതി. ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും. റോയ്ക്കും ധൃതിയില്ല. ഞാൻ പറയാം. മതി, എന്നാൽ ആനി പോയിക്കൊള്ളൂ. പാവം കുട്ടി, ഇവിടുന്ന് പെട്ടെന്ന് വിട്ടുമാറാനുള്ള വിഷമം ആവും അവൾക്ക്. മദർ എടുക്കുന്ന ഡിസിഷൻ എന്തായാലും അനുസരിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ സമ്മതിക്കുന്നില്ല. റോയിയോടൊപ്പം ജീവിക്കേണ്ടത് ഞാനാണെന്നും അതുകൊണ്ട് ആലോചിച്ചൊരു മറുപടി ഞാൻ തന്നെ പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ടോം. ഈ ഓർഫനേജിനുള്ളിലെ ജീവിതം മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ ടോമിൻ്റെ അഭിപ്രായം ആരായുന്നത്. എന്ത് തീരുമാനവും ടോമിനോട് ചോദിച്ചിട്ടല്ലേ ഞാൻ എടുക്കാറുള്ളൂ. ഒരു തൂലിക സുഹൃത്ത് മാത്രമല്ല എനിക്ക് ടോം. എന്നും നന്മയിലേക്കുള്ള വഴികാട്ടി കൂടിയായിരുന്നു. ഈ കാര്യത്തിലും എനിക്ക് നേർവഴി കാട്ടിത്തരണം. ടോമിൻ്റെ മറുപടി എന്തു തന്നെയായാലും ഞാനത് സ്വീകരിക്കും. നിർത്തുന്നു, ആനി. ദേ, ഈ എല്ലാം ഞാൻ താഴേക്കിടാൻ പോവാ. അറിയാലോ, മലർന്നു വീണ പോസിറ്റീവ്, കമിഴ്ന്നു വീണ നെഗറ്റീവ്. കഴിഞ്ഞ തവണ കമിഴ്ന്നാ വീണതെങ്കിലും റിസൾട്ട് വന്നപ്പോ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നില്ലേ? അപ്പോ എന്നെ കളിപ്പിച്ചതാ. ഇത്തവണ അത് വേണ്ട കേട്ടോ. ഇത് റിസൾട്ട് പോലെയല്ല, അല്പം കൂടി സീരിയസാ. കല്യാണക്കാര്യം. അപ്പോ റെഡിയല്ലേ? ദേ, ഞാൻ ഇടാൻ പോകുന്നു. ഷോ, കണ്ടോ, കമിഴ്ന്നാ വീണത്. അപ്പോ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കണ്ടെന്നാണോ പറയുന്നത്? പാവല്ലേ റോയ്, നല്ല ആളല്ലേ? അങ്ങനെയാണല്ലോ അച്ഛനും മദറും ഒക്കെ പറഞ്ഞത്. പിന്നെന്താ ഇങ്ങനെ വീണ്ടും എന്നെ കളിപ്പിക്കുക? അല്ല, ഇതെന്നതാ പതിവില്ലാത്ത നേരത്തെ ഇവിടെ? കർത്താവിനോട് കൊച്ചു വർത്താനം പറയുവാണോ? മോൾക്കൊരു കത്തുണ്ട്, ദാ. ഷോ, ഇതുകൊണ്ട് എവിടെയൊക്കെ ഞാൻ നടന്നെന്നറിയോ? ആരുടെ കത്താ? ആ കാണാത്ത കൂട്ടുകാരൻ്റെയാ. അല്ലാതെ എനിക്ക് ആരാ ചേട്ടത്തി കത്തയക്കാൻ? എന്നാ ഞാൻ പോട്ടെ, ഒരു 100 കൂട്ടം പണിയുണ്ട്. ചേട്ടത്തി പോട്ടെ.
ഡിയർ ആനി, ആനിയുടെ ചോദ്യത്തിന് മറുപടി തരാൻ ഒരു വട്ടം പോലും ആലോചിക്കേണ്ടി വന്നില്ല. റോയിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആനി തന്നെ നേരത്തെ എഴുതിയതല്ലേ. വാർഷികാഘോഷത്തിന് വന്നപ്പോൾ റോയിയെ ആദ്യമായി കണ്ടതും ആനിയുടെ മ്യൂസിക് പ്രോഗ്രാം കണ്ട് അഭിനന്ദിച്ചതുമെല്ലാം ആനിയുടെയും മനസ്സിന്റെ നല്ലിടത്തല്ലേ റോയിക്ക് സ്ഥാനം. ഈ കാര്യത്തിൽ മദറിന്റെയും അച്ഛന്റെ അഭിപ്രായം തന്നെ എനിക്കും. ഇപ്പം തന്നെ മദറിനോട് ആനിക്കുള്ള പൂർണ്ണ സമ്മതം അറിയിക്കണം. മദർ പറഞ്ഞതുപോലെ കർത്താവ് ആനിക്ക് വെച്ച് നീട്ടിയ മഹാഭാഗ്യമായിട്ടാണ് ഞാനും ഇതിനെ കാണുന്നത്. ആനിക്ക് എല്ലാ നന്മകളും നേരുന്നു. ടോം. കണ്ടോ, വീണ്ടും കളിപ്പിച്ചു. ഇവിടുന്ന് നെഗറ്റീവായിട്ടൊന്ന് പറയുക, എന്നിട്ട് വേറൊരാളെ കൊണ്ട് പോസിറ്റീവായിട്ട് പറയിപ്പിക്കുക. എന്തിനാ ഈ വളഞ്ഞ വഴി? സാരമില്ല, മദറിനോട് പറയാൻ എനിക്കൊരു മറുപടി തന്നല്ലോ, അത് മതി. സെന്റ് സ്റ്റീഫൻ ഓർഫനേജിലെ അന്തേവാസിയായ ആനി എന്ന ഇവളെ വിവാഹം ചെയ്യാൻ റോയി തരകന് സമ്മതമാണോ? സമ്മതമാണ്. പാലക്കുന്നേൽ തരകൻ മകൻ റോയി തരകനെ വിവാഹം ചെയ്യാൻ ആനിക്ക് സമ്മതമാണോ? സമ്മതമാണ്. അനി, ഹലോ. വീടെത്തി. ഇതാ എന്റെ ക്വാർട്ടേഴ്സ്. വാ, ഇറങ്ങി വാ. ഹോസ്പിറ്റൽ വക ക്വാർട്ടേഴ്സാ. കല്യാണം ഉറപ്പിച്ചപ്പോഴേ മോഹനേട്ട ഇത് ബുക്ക് ചെയ്തിട്ടു. ആ, പിന്നെ ഒരു കാര്യം, ദേ ഇതിനകത്തേക്ക് കടക്കും മുന്നേ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി കഴിഞ്ഞ ഒന്നും ഓർക്കണ്ട. അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ കരുതിയാൽ മതി. ദേ, ഇനിയൊരു പുതിയ ജീവിതം. അത് ആനയ്ക്ക് വേണ്ടിയല്ല, ആനയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടി. അമ്മയുടെ മനസ്സാ കുഞ്ഞിന്റെ ആരോഗ്യം, അത് മറക്കണ്ട. എഗ്രീഡ്? യാ, ദാറ്റ്സ് ഇറ്റ്. എന്നാ വാ. ആ പെട്ടികളൊക്കെ ഒന്ന് എടുത്ത് അകത്തേക്ക് വെക്കൂ. വരൂ. ദേ, ഞാൻ ഫ്രീ ആയി. ഡോക്ടർ ഫൈസലിനെ ഡ്യൂട്ടി ഏൽപ്പിച്ചു. താൻ ഫ്രീ അല്ലേ? എന്നാൽ നമുക്കിറങ്ങാം. എങ്ങോട്ട്? തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക്. എന്താ, കല്യാണത്തിന് മുമ്പ് എന്നെ അങ്ങോട്ട് കേട്ടത്തില്ലേ? കല്യാണം കല്യാണമെന്നും പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ, അതിനുള്ള ഏർപ്പാടും എല്ലാം ആക്കിയോ? ഇനി ദിവസങ്ങളേ ഉള്ളൂ, അത് മറക്കണ്ട. എവറിത്തിങ് ഈസ് ഡൺ. ഹാള് ബുക്ക് ചെയ്തു, കാർഡ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, കേറ്ററിംഗും ഏർപ്പാടാക്കി. ഇനി ഡ്രസ് സെലക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് തനിക്ക് വിട്ടു വന്നിരിക്കുന്നു. ആ, അതുപോട്ടെ, എന്തു പറയുന്നു തൻ്റെ ഗസ്റ്റ്? മൂഡ് ഓഫ് ഒക്കെ മാറിയോ? അതെങ്ങനെ പെട്ടെന്ന് മാറുമോ മോനേട്ടാ? പാവം കുട്ടി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും അതിനൊന്ന് എൻഗേജ്ഡ് ആക്കണമെന്ന്. ആ, അത് പറഞ്ഞില്ലല്ലോ. MD യുമായി ഞാൻ സംസാരിച്ചു. റിസപ്ഷനിൽ ഒരു ലീവ് വേക്കൻസി ഉണ്ട് 6 മാസത്തേക്ക്. ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ആണോ? താങ്ക് ഗോഡ്. ഇവിടെ ആകുമ്പോൾ റൂട്ടീൻ ചെക്കപ്പ് എളുപ്പമാവും. വൈകിക്കണ്ട, നാളെ തന്നെ ജോയിൻ ചെയ്യട്ടെ. ഇത് വേണ്ട.
അച്ചു നീ എന്തോ കാട്ടിയത്? ഞാൻ കണ്ടില്ല പപ്പ, അറിയാതെയാ. എന്ത് അറിയാതെയോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അടങ്ങി നിൽക്കണം? ആന്റി ഹെൽപ്പ് ചെയ്യപ്പം. സോറി ആന്റി. സാരമില്ല, മോൻ അറിയാതെയല്ലേ. വേണ്ട മോനെ, എന്റെ എടുത്തോളാം. എന്താ എന്തു പറ്റിയാനി? കുട്ടികൾ ഓടിക്കളിച്ചതാ, കൈതട്ടി ഇതൊക്കെ നിലത്ത് വീണു. സോറി, മഹാവികൃതികളാ കുട്ടികള്. ഒരു നേരം അടങ്ങി നിൽക്കില്ല. ഇറ്റ്സ് ഓക്കെ, കുട്ടികളല്ലേ. കുട്ടികൾ തന്നെയാ എന്നുവെച്ചാ പറഞ്ഞ അനുസരണ വേണ്ടേ? ദേ നിൽക്കുന്നു അടുത്തത്. ഇവനാ വേന്ദ്രൻ. എന്താ മോന്റെ പേര്? അപ്പു. മോന്റെയോ? അച്ചു. പപ്പ പറഞ്ഞാൽ എന്താ അനുസരിക്കാത്തെ? പപ്പ വെറുതെ പറയാ, ഞങ്ങൾ അനുസരിക്കാറുണ്ട്. സോറി ഫോർ ദ ട്രബിൾ. ശരി. അച്ചു, അപ്പു വാ വാ. ഡിയർ ടോം, അറിയാതെ അറിയാതെ എവിടേക്കോ ഗതിമാറി ഒഴുകുന്ന പുഴ പോലെ പുതിയൊരു ദിശയിലേക്ക് ഒഴുകുകയാണ്. ഒരുപാട് നൊമ്പരങ്ങൾ ഉള്ളിൽ ഒതുക്കുമ്പോഴും ആശ്വാസത്തിന്റെ നാമ്പുകൾ എവിടെയൊക്കെയോ മുള പൊട്ടുമ്പോലൊരു തോന്നൽ. വാ. പപ്പ ദേ നോക്കിയേ, നമ്മളൊന്ന് കണ്ട ആന്റി. ഹലോ ആന്റി. ആഹാ, ആരാ ഇത്? എന്താ ഇവിടെ? അപ്പും പപ്പയും കൂടെ ഉണ്ട്. ഇതാ. ഹലോ, ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ. എന്താ ഇവിടെ? എന്റെ ഒരു വെല്ലമ്മച്ചി കിടപ്പുണ്ട്, 7ാം മോഡല്. കാണാമെന്നാ. ഓ, പപ്പ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിന്നോളാം ആന്റീന്റെ കൂടെ. അല്ലേടാ അപ്പു? ആ, ഈ കമ്പ്യൂട്ടറിൽ ഗെയിം ഉണ്ടോ ആന്റി? ഹേ, ഇതിൽ ഗെയിമൊന്നുമില്ല. അച്ചു വാ ഇങ്ങോട്ട്. ആന്റിയെ ശല്യപ്പെടുത്താതെ. പപ്പ പൊക്കാളാനേ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. അതൊന്നും ശരിയാവില്ല. അച്ചു വരാനാ പറഞ്ഞത്. സാരമില്ല, അവരിവിടെ നിന്നോട്ടെ. അടങ്ങിയിരിക്കില്ല, ശല്യാവും. അതാ ഞാൻ പറഞ്ഞത്. നല്ല കുട്ടികളായിട്ടിരിക്കൂ. എങ്കിൽ നിർത്താം. പോയിട്ട് വന്നോളൂ, ഞാൻ നോക്കിക്കോളാം. അപ്പു എന്തെങ്കിലും വികൃതി കാട്ടിയ അടിച്ച് പുറം പൊളിക്കും ഞാൻ. കേട്ടല്ലോ? ആ. ഇനി അടുത്ത് വാ. അച്ചു അപ്പു എവിടെയാ പഠിക്കുന്നേ? ഊട്ടിയിലോ, അവിടെ ബോർഡിങ്ങിലോ താമസിക്കുന്നു. ഇപ്പൊ വെക്കേഷനാ. അതെന്താ ബോർഡിങ്ങില്? അവിടെ താമസിച്ച പപ്പയും അമ്മയും എപ്പോഴും കാണാൻ പറ്റുമോ? കാണാൻ തോന്നുമ്പോ ഫോൺ ചെയ്ത ഉടനെ ഇപ്പൊ പോയി. മമ്മ എനിക്കില്ലല്ലോ, പിന്നെ എങ്ങനെ കാണുന്ന? ഞങ്ങളുടെ മമ്മ മരിച്ചുപോയി. ഡിയർ ആനി, ആനിയുടെ കത്ത് കിട്ടിയപ്പോൾ എനിക്കുണ്ടായ ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞാൻ കാരണമാണല്ലോ ആനിക്ക് ഈ ദുരന്തം സംഭവിച്ചത്. റോയുമായുള്ള വിവാഹത്തിന് പ്രേരിപ്പിച്ചത് ഞാനല്ലേ? ആനി അനുഭവിച്ച വേദനകൾ മനസ്സിലൊരു ഭാരമായി കൊണ്ടു നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഡോക്ടർ വിമലയോടൊപ്പമുള്ള ജീവിതം ആനിക്ക് ആശ്വാസം പകരുന്നു എന്നറിയുമ്പോൾ മനസ്സിലെ ഭാരം തെല്ലൊന്ന് കുറഞ്ഞതുപോലെ.
കർത്താവിൻ്റെ കാരുണ്യം ആനിക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പറയാറില്ലേ? ആനിക്ക് നല്ലതേ വരൂ, നല്ലത് മാത്രം. മിസ്സസ് ആനി ഒന്ന് നിന്നേ. എങ്ങോട്ടാ? ക്വാർട്ടേഴ്സിലേക്ക്. ആ. ഡ്യൂട്ടി കഴിഞ്ഞു. മിസ്സസ് ആനി എന്താ കല്യാണത്തിന് വരാത്തത്? കഷ്ടമായി പോയി. കാണേണ്ട കല്യാണമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഡോക്ടർ വിമലെ നോക്കണ്ട. ഹണിമൂണല്ലേ. ഞാൻ പൊയ്ക്കോട്ടെ ഡോക്ടർ, അല്പം തിരക്കുണ്ട്. ഒന്ന് നിന്നേ, ഒരു കാര്യം. ഗുഡ് ഈവനിങ് ആന്റി. വാ ഇറങ്ങ. ഇതുവഴി പോയപ്പം ബഹളം തുടങ്ങി ഇമാര് ഇങ്ങോട്ട് വരണം എന്ന്. ഇതാരാ? എൻ്റെ ഒരു ഫ്രണ്ടാ. എന്നാ ഞാനങ്ങോട്ട്. ഞങ്ങൾ വലിയമ്മച്ചിന്റെ ഡോക്ടറിനെ കാണിക്കാൻ വന്നതാ. എൻ്റെ അമ്മച്ചിയുടെ കാര്യമാണ് പറഞ്ഞത്. മന്ത്ലി ചെക്കപ്പ് ഉണ്ട് സൺറൈസ് ഹോസ്പിറ്റലിൽ. ഷുഗർ, പ്രഷർ, അത്യാവശ്യ അസുഖങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഒരു 10 മിനിറ്റ് നിർത്തിയേ ഉള്ളൂ ഇവന്മാരെ. പിന്നെ പറയണോ, സഹി കേട്ടു ഡോക്ടറിന്. ചെക്കപ്പ് കഴിയുന്നവരെ രണ്ടിനെയും കൊണ്ടൊന്ന് കറങ്ങാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് ഇറങ്ങട്ടെ, ഞങ്ങൾ ഇവിടെ നിന്നുള്ള. പപ്പ വയ്ക്കോ? അയ്യോ, ആന്റിക്ക് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. ആന്റി വീട്ടിൽ പോവാ. എന്നാ ഞങ്ങളും വരാൻ വീട്ടില്. അപ്പോ മിണ്ടായിരിക്ക. ഞങ്ങൾക്ക് ബോറടിക്കുന്നു പപ്പ. അച്ചു, വെറുതെ ഷാട്ട്യം പിടിക്കരുത്. സാരമില്ല, വന്നോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇവിടെ അടുത്താ ക്വാർട്ടേഴ്സ്. മടങ്ങുമ്പോ വന്ന് വിളിച്ചാ മതി. ഏയ് അത് വേണ്ട. അപ്പോ ആന്റിക്ക് ഇവിടെ ഒരുപാട് പണി കാണുന്നേ. ആയിക്കോട്ടെ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ശോ, ഇവന്മാരുടെ കാര്യം. അച്ചുവാ, നമുക്ക് നടക്കാം. അല്ല, ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പറഞ്ഞില്ല. ഓ സോറി, ഈ മെയിൻ റോഡ് തിരിഞ്ഞ ലെഫ്റ്റ് സൈഡിൽ 4th ഹൗസ്. ഓക്കെ. കണ്ടോ, അത് തട്ടിയിട്ടു. അയ്യോ അയ്യോ, അരുത്. എന്താ അച്ചു? അപ്പോ നോക്കേണ്ടി, ഞാൻ ഉണ്ടാക്കിയ കൊട്ടാരം തട്ടിയിട്ടു. അതെന്തിനാ അപ്പോ? ഇല്ല ആന്റി, അച്ചു വെറുതെ പറയാ, ഞാനൊന്നും ചെയ്തില്ല. അല്ല, അവൻ തട്ടിയിട്ടു. മതി മതി, ഇങ്ങനെ വഴക്ക് കൂടാനാണെങ്കിൽ ആന്റി കൂടില്ല. രണ്ടുപേരും നല്ല കുട്ടികളായിട്ടിരിക്കണം കേട്ടോ. വിമലിച്ചോ? ഇന്നത്തെ ദിവസം തന്നെ വന്നു. ആനയെ കാണാതിരിക്കാൻ വയ്യാത്തോണ്ട് 2-3 ദിവസം കഴിഞ്ഞേ വരൂന്നാണല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇയാള് സമ്മതിക്കണ്ടേ? ആനി ഇവിടെ തനിച്ചാണെന്ന ടെൻഷൻ. ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ വന്നിട്ട് പോകാന്ന് കരുതി. അതെ, ആനയുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും അങ്ങനെയാ. വാ. അല്ല, ആരൊക്കെ നിൽക്കുന്നേ? കുട്ടികളെയും കൂട്ടി സണ്ണി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ ഇങ്ങ് കൊണ്ടുപോകുന്നു. എന്നിട്ട് സണ്ണി എവിടെ? അമ്മച്ചിക്ക് എന്തോ ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പോയി. ആ, ഡോക്ടറും ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. സണ്ണിയുടെ കാര്യം വിമല ആനി എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഡോക്ടർ മോഹൻദാസ്. ഹലോ, എന്റെ അമ്മച്ചിയാ. നമസ്കാരം. അമ്മച്ചി, ഇത് ഡോക്ടർ വിമല. ഇത് ഡോക്ടർ മോഹൻദാസ്. ഡോക്ടറും ഇപ്പം കല്യാണം കഴിച്ചോളൂ. ദേ, ഇതാണ് ആനി. സണ്ണിച്ചനെല്ലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ് ആനിയെ. അപ്പോ എനിക്കും ഒന്ന് കാണണം തോന്നി. ആനയുടെ കാര്യങ്ങളൊക്കെ സണ്ണിയോട് ഞാൻ പറഞ്ഞിരുന്നു. ആ, ഇരിക്കൂ സണ്ണി. ഇരിക്കാം അമ്മച്ചി. കുറുമ്പുവല്ലോ കാട്ടിയോ ഇവന്മാര്? ഏയ് ഇല്ല. പപ്പ, ഇന്ന് നമ്മൾ ഏത് ഹോട്ടലാ പോകുന്നത്? ഏത് ഹോട്ടലിൽ പോണം? പറയട്ടെ, ഹോട്ടൽ പാർക്ക് ഫീൽ. ഓക്കെ, ഡൺ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. എന്ത്?
പറ പപ്പ. അത് പപ്പയാണോ പറയേണ്ടത്? അച്ചു തന്നെ ചോദിക്കുക. എന്താ അവൻ പറയുന്നേ? ഹോട്ടലിലേക്ക് ആന്റിയും കൊണ്ടുപോകണമെന്ന്. അയ്യോ, ഞാനില്ല. പറ്റില്ല ആന്റി, വരണം. വന്നോളൂ, എനിക്ക് വർത്തമാനം പറയാൻ ഒരാളാവുമല്ലോ. ഹലോ ഡോക്ടർ, ആനി ഇന്ന് ലീവാണോ? റിസപ്ഷനിൽ കണ്ടില്ല. ആന റൂം നമ്പർ 403 റിസപ്ഷനിൽ വെച്ച് രാവിലെ ഒരു തലച്ചിട്ടലുണ്ടായി. എന്നിട്ട്? നത്തിങ് ടു വറി. വരൂ, നമുക്ക് കാണാം. ആനി, ദേ സണ്ണിയും കുട്ടികളും വന്നിട്ടുണ്ട്. വേണ്ട, കിടന്നോളൂ. ഇറ്റ്സ് ഓക്കെ. കുട്ടികളുടെ അവധി കഴിഞ്ഞു, ഊട്ടിക്ക് മടങ്ങുക. ആനിയോട് യാത്ര പറയാൻ വന്നതാ. അയ്യോ, അപ്പോ അച്ഛൻ പോയ പിന്നെ ആന്റിക്കാരാ കൂട്ട്? സൺഡേസിൽ നിങ്ങൾ ഫോൺ ചെയ്യാം. അയ്യോ, അത് വേണം. ഇടയ്ക്ക് ആന്റിയും വിളിക്കാം. ആന്റിക്ക് കുഞ്ഞുവാവ ജനിക്കുമ്പോ ഉടനെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന കരാറിലാ പോകുന്നത്. കുഞ്ഞുവാവ വരുമ്പോ പപ്പയോട് ആന്റി പറയാം കേട്ടോ. അപ്പൂനെയും അച്ഛനെയും കൊണ്ടുവന്ന് കാണിക്കാൻ. ഡോക്ടർ, 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. മൊബൈൽ നമ്പർ ഇതിലുണ്ട്. ഓക്കെ. എന്നാ ഞങ്ങൾ വരട്ടെ. കൊള്ളാം. ആന്റിക്ക് മാത്രമേ ഉള്ളൂ ബൈ? എനിക്കില്ലേ? ബായ് പറയടാ. ബൈടാ. ബൈ. ബൈ. ഓക്കെ. അച്ചു വാ. വാ. സിസ്റ്റർ, 403 പേഷ്യന്റ് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആനി. ആനിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഓ. ആ, സണ്ണി എത്തിയോ? ഡോക്ടർ, ആനി. ഭയപ്പെടാനൊന്നുമില്ല. പെയിൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആദ്യം ഇത്തിരി കോംപ്ലിക്കേഷൻസ് തോന്നി. BP വളരെ ലോ ആയി. അതാ ഞാൻ ഫോൺ ചെയ്തേ. ഇപ്പം നോർമലായി. ട്രീസ മാഡം അകത്തുണ്ട്. എന്നാ ഞാനിപ്പോൾ വരാം. ഓക്കെ. പെൺകുഞ്ഞ ക്വൈറ്റ് ഹെൽത്തി. ആനി സുഖമായിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റും. താങ്ക് ഗോഡ്. ഡോക്ടർ, ദാ മെഡിസിൻസ്. ദേ കണ്ടോളൂ കുഞ്ഞ ആനിക്കുട്ടിയെ. അച്ഛനെ അപ്പുനെ അറിയിച്ചോ? അറിയിച്ചു. അവന്മാരവിടെ കയർ പൊട്ടിക്കാൻ തുടങ്ങി. ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ലണം എന്നാ ഓർഡർ. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഡോക്ടർ? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. അമ്മച്ചോടും പറഞ്ഞില്ല. ഇപ്പൊ തിരിച്ചാ മിഡ് നൈറ്റിലേ അവിടെ എത്തും. സ്കൂളിൽ നിന്നും പെർമിഷനും വാങ്ങണം. മറ്റന്നാളെ ഞങ്ങൾ മടങ്ങി വരും. വരട്ടെ. ബൈ. പാവം സണ്ണി. ഡെലിവറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ആളങ്ങ് ടെൻഷനായി പോയി.
സണ്ണി എന്താ മടങ്ങി വന്നത്? എന്താ? ആനിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് തോന്നി. ഇവിടുന്ന് ഇറങ്ങിയ ഇനി എങ്ങോട്ടാ ആനി? ഇനിയുള്ള ജീവിതം എങ്ങനെയാ ആനിയുടെ മനസ്സിൽ? ആനിയുടെ ലോകം ഇനി ആനിയുടെ കുഞ്ഞു മാത്രമാണ്. അവളുടെ ചിരിയും കളിയും വളർച്ചയും അതൊക്കെയാവും ആനിയുടെ സന്തോഷം. ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഡോക്ടർ വിമലയും ഡോക്ടർ മോഹൻദാസും. അവർക്കും ഉണ്ടാവും അവരുടേതായ സ്വകാര്യതയും ജീവിത ലക്ഷ്യവുമെല്ലാം. അതിനിടയിൽ എത്ര നാൾ അവരുടെ ആശ്രയത്തിൽ ആനിക്ക് ജീവിക്കാൻ കഴിയും? എന്താ സണ്ണി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നമ്മൾ ആശ്രയിക്കുന്നവർക്ക് നമ്മൾ ഒരു ബാധ്യതയായി തോന്നി തുടങ്ങിയ ജീവിതത്തെ പോലും നമ്മൾ വെറുത്തു പോകും, ഇല്ലേ? ആനി, അമ്മ ഇല്ലാതെ വളർന്നവരാ എൻ്റെ അച്ഛനും അപ്പവും. പക്ഷേ ആ കുറവ് ഞാൻ അവർക്ക് തോന്നിപ്പിച്ചിട്ടില്ല. ആനിയെ അവർക്ക് ഇഷ്ടമാണ്, ആനിക്ക് അവരോടും. രണ്ട് കൂട്ടരുടെയും ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ ആനി? സണ്ണി, ആനി, ആനിയോടുള്ള സഹതാപം കൊണ്ടല്ല, മനസ്സിലെ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. നോ സണ്ണി, ഇല്ല, എനിക്കതിന് കഴിയില്ല. ഇതിനാണോ സണ്ണി എന്നെ സഹായിച്ചത്? ഇതിനായിരുന്നോ സണ്ണിയുടെ കുട്ടികളെ ഞാൻ സ്നേഹിച്ചത്? സണ്ണി പറഞ്ഞത് ശരിയാ. ഇനി എന്റെ ലോകം എന്റെ കുഞ്ഞു മാത്രമാ, അവള് മാത്രം. ഇതായിരുന്നു സണ്ണിയുടെ മനസ്സിലെങ്കിൽ വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. സണ്ണി ചെയ്തു തന്ന സഹായത്തിന് എന്നും നന്ദി ഉണ്ടായിരിക്കും എനിക്ക്. സണ്ണി പൊയ്ക്കോളൂ, ഇനി എന്നെ കാണാൻ വരരുത്. സണ്ണി പ്ലീസ്. എനിക്ക് പേപ്പറും പേനയും വാങ്ങാൻ പോണെന്ന് അറ്റൻഡർ വർഗീസ് പറഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചു. ടോമിനെ അറിയിക്കാനാവൂല്ലേ? കുഞ്ഞ് ജനിച്ച ഉടനെ അറിയിക്കണമെന്ന് എഴുതിയിരുന്നു. എന്നാ നിർത്തണ്ട, എഴുതിക്കോ. ഞാൻ വെറുതെ നോക്കാൻ വന്നതാ. ആനി, റോയി അറിയിക്കണ്ടേ? നിയമപരമായി നിങ്ങൾ വേർപിരിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അറിയിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. മോഹനേട്ടനോ അതെന്നെ പറഞ്ഞത്. വിമലേച്ചി, എല്ലാം മറക്കാൻ തുടങ്ങി കഴിഞ്ഞു ഞാൻ. വീണ്ടും തിരിച്ചൊരു കൂടിച്ചേരലിന് വഴിയൊരുക്കാനല്ല. ആനി അത് ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. അങ്ങനൊരു മനസ്സ് റോയ്ക്കുണ്ടാവില്ല, അതും അറിയാം. എന്നാലും ആനി ചെയ്യേണ്ട ഒരു കടമയുണ്ട്, അത് തെറ്റിക്കരുത്. കുഞ്ഞിന്റെ അച്ഛൻ റോയിയാണ്, അത് മറക്കരുതല്ലോ. ആനിക്ക് സമ്മതാണെങ്കിൽ റോയിയെ ഞാൻ അറിയിക്കാം. ആലോചിച്ച് പറഞ്ഞാൽ മതി.
മദർ പറഞ്ഞ പോലെ കർത്താവ് എനിക്ക് വെച്ച് നീട്ടിയ മഹാഭാഗ്യം തന്നെയാണിത്. അതിനാദ്യം നന്ദി പറയേണ്ടത് ടോമിനോടാണ്. ടോമിന്റെ മറുപടി മറിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അയ്യോ, ഞാൻ ഭയന്നു പോയി. എന്താ റോയിച്ച ഇത്? എത്ര നേരമാടോ ഇത്? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട് കേട്ടോ. ഇതെന്നാ പ്രാർത്ഥനയാ? ദേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓ പിന്നെ, മദറിന്റെ കാല് പിടിച്ച് തന്നെ കെട്ടിക്കൊണ്ടിങ്ങി പോന്നതേ ഇങ്ങനെ പാതിരാത്രി മുഴുവൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുത്താനല്ല, മനസ്സിലായോ? റോയിച്ച, അരുത്, അങ്ങനെയൊന്നും പറയരുത്. കല്യാണം കഴിഞ്ഞിട്ട് ദിവസം 5 ആയി. 3 ദിവസം ബിസിനസ് ടൂർ, പിന്നെ കിട്ടിയത് 2 ദിവസം. അതിനിടയിൽ താൻ ഇങ്ങനെ കുരിശു മരിച്ചിരുന്ന ഞാൻ എന്നാ ചെയ്യും? തനിങ്ങി വന്നേ. താമ്പാ വാടോ. റോയിച്ച, വേണ്ട. കിടക്കാൻ നേരത്തെ എന്തിനാ ഇത്? എനിക്ക് വാക്ക് തന്നല്ലേ ഇനി സൺഡേസിൽ മാത്രമേ കഴിക്കൂന്ന്. ഹേയ്, ഇതൊന്നുമില്ലടാ, ജസ്റ്റ് 1 പെഗ്, ഒരു മൂഡിന്. അങ്ങനെ ഇപ്പൊ വേണ്ട. കൈയും കാലും കഴുകി നല്ല കുട്ടിയായിട്ട് വന്ന് കിടക്കാൻ നോക്ക്. ഓക്കെ ഓക്കെ, ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. അതിനിടയ്ക്ക് പണി പറ്റിച്ചു അല്ലേ? എന്തു പണി? എനിക്കറിയാം, ഇതിനുള്ളിൽ ഒരു സേഫ് ലോക്കർ ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചു രാവിലെ. റോജിനോട് പിണക്കുവാ ഞാൻ. അനി, കാര്യം. ആനി, പ്ലീസ് ഡാ. ഡാ, ഏയ്, എന്തായാലും ആനിയെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഡോക്ടർ വിമല, കൊച്ചിയിലെ സെയിന്റ് ആന്റണീസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാ. പിന്നെ എൻ്റെ അനുജത്തി മായ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക. ശരി. അയ്യോ, ഞാൻ അകത്തേക്ക് ക്ഷണിക്കാൻ മറന്നുപോയി. വാ. അയൽവക്കമായിട്ടും ചേച്ചി എന്താ റോയിച്ചന്റെ കല്യാണത്തിന് വരാഞ്ഞേ? അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ട് വേണ്ടേ? ആനി ഇരിക്കേ. ഇവിടെ ആരോട് അങ്ങനെ ഒരു അടുപ്പില്ല റോയ്ക്ക്. ഏതായാലും റോയിച്ചനില്ലാത്തപ്പോ എനിക്കൊരു കൂട്ടായല്ലോ. 1-2 മാസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മായയുടെ എക്സാം കാരണം ലീവ് എടുത്തിരിക്കുക. ആനിക്ക് ബോറടിക്കുമ്പോ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. എന്താണോ ഇത്ര അർജന്റ് മാറ്റർ? ഇവിടെ ആകാശം ഇടിഞ്ഞു വേണോ? ഏയ്, അങ്ങനെ ഷോക്കിംഗ് ന്യൂസ് ഒന്നുമല്ല. ഇതൊരു ഗുഡ് ന്യൂസാ. വാ റോയിച്ച. ഒരു സീരിയസ് മീറ്റിംഗിൽ ഇരിക്കായിരുന്നു ഞാൻ. എന്താന്ന് വെച്ചാൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തത്. ഇതങ്ങനെ ഫോണിൽ കൂടി പറയാനുള്ള മാറ്റർ അല്ല. ആദ്യം റോയിച്ചൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. ചെല്ല. മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ. ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. റോയ് തരേനെ ബിസിനസ് ഒപ്പിക്കാൻ താൻ വളർന്നിട്ടില്ല. തന്റെ ഓർഡർ എനിക്ക് വേണ്ടോ? ലീവ് ഇറ്റ് ആൻഡ് ഗോ ടു ഹെൽ. ഷിറ്റ്, ബാസ്റ്റർഡ്.
റോച്ച, എന്താ ഇത്? വന്ന് കേറിയില്ല, അതിനു മുമ്പേ ആരോടെ ദേഷ്യപ്പെടുന്നേ? അത് വേറെ ഓഫീസ് കാര്യം. പറ, എന്താ തന്റെ ഗുഡ് ന്യൂസ്? ഈ മുടി പറ്റില്ല. ആദ്യം ഒന്ന് റിലാക്സ്ഡ് ആവ്. ഓ ആയി, കാര്യം പറ. ആകാശം പൊട്ടി വീണതും ഭൂമി പൊളിഞ്ഞു പോയതൊന്നുമല്ല. റോച്ചന്റെ മനസ്സിൽ പൂത്തിരി കത്തുന്ന ന്യൂസാ. റോച്ചനെ കൈങ്ങി തന്നെ. എന്താ? മിസ്റ്റർ റോയ് തരകൻ ഒരപ്പനാവാൻ പോകുന്നു. ഇതാണോ നിന്റെ ഗുഡ് ന്യൂസ്? റോച്ച, Annie, don't make me a fool. Are you joking? Are you joking? അല്ല റോച്ച, ഒരു തളർച്ച തോന്നിയപ്പോ അപ്പുറത്തെ ഡോക്ടർ വിമലെ പോയി കണ്ടു. ഡോക്ടറാ കൺഫേം ചെയ്തത്. Bloody hell! Annie, no. നമുക്കിത് വേണ്ട. കളയണം. കളയണമെന്ന്. കർത്താവേ, റോച്ചനെന്താ ഇങ്ങനെ? Annie, I don't want to hear anything. റോച്ച, Annie, don't make me a fool. Are you joking? Are you joking? അല്ല റോച്ച, ഒരു തളർച്ച തോന്നിയപ്പോ അപ്പുറത്തെ ഡോക്ടർ വിമലെ പോയി കണ്ടു. ഡോക്ടറാ കൺഫേം ചെയ്തത്. Bloody hell! Annie, no. നമുക്കിത് വേണ്ട. കളയണം. കളയണമെന്ന്. കർത്താവേ, റോച്ചനെന്താ ഇങ്ങനെ? Annie, I don't want to hear anything. എനിക്കിഷ്ടമല്ലാത്തൊന്നും ആനിക്കും വേണ്ട. റോയ്ച്ച, വിവാഹം കഴിഞ്ഞ ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ? അതൊക്കെയല്ലേ ജീവിതം? അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. I hate all these things. Life is to enjoy and celebrate. അതിനിടയിൽ കുഞ്ഞ്, കുട്ടി, കുടുംബം. റോയ്ച്ച, റോയ്ച്ചന് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ ആവശ്യമില്ലാത്ത ബാധ എന്റെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. സിയാനി, you have to obey me. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. നമുക്കിത് വേണ്ട. About it and get it lost. റോയ്ച്ച, എന്റെ കർത്താവേ, എന്താ പറ്റിയ റോയ്ച്ചന്? നോക്ക്. Don't play sentiments and bloody emotions. എന്റെ ലൈഫ് നിനക്കറിയില്ല. It's entirely different. Different from this bloody society. See? It's my warning. The first and the last warning. ടൂറ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ നിന്റെ വയറ്റിലെ ജീവൻ ഉണ്ടാവരുത്. Leave it. Leave it forever. ആനി, വിവാഹ ജീവിതത്തിൽ പലതും സഹിക്കേണ്ടി ക്ഷമിക്കേണ്ടി ഒക്കെ വരും. ഞാൻ പറഞ്ഞിട്ടില്ലേ റോയ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന്. ജീവിതം ആസ്വദിക്കാൻ മാത്രം ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന റോയ്ക്ക് ഒരുപക്ഷെ ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായെന്ന് വരില്ല. എന്നാലും ചേച്ചി, എനിക്ക് എങ്ങനെ ഇതിന് കഴിയും? ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് കർത്താവ് പൊറുക്കില്ലെന്ന് ഞാൻ ഓഫനേജിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അതൊക്കെ ശരിയാ, പക്ഷെ ആനി ഇത് ജീവിതാ. ഒരു ഡോക്ടറായ ഞാൻ പറയാൻ പാടില്ലാത്തതാ. എന്നാലും ആനിയുടെ ഭാവി ഓർത്ത് ഞാൻ പറയാ. ആരോരും ഇല്ലാത്ത ആനിക്കിപ്പോ ഒരു താങ്ങും തണലും റോയിയാ. അപ്പൊ പിന്നെ റോയിയുടെ താല്പര്യമല്ലേ ആനി ഇപ്പൊ കണക്കിലെടുക്കേണ്ടത്? മാഡം, ഒരു ലെറ്റർ ഉണ്ട്.
ഡിയർ ആനി, എന്ത് മറുപടിയാണ് ഞാൻ തരേണ്ടത്? പലവട്ടം ചിന്തിച്ചു നോക്കി. എന്നാലും കർത്താവ് മനസ്സിൽ തോന്നിച്ചത് പറയട്ടെ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നതല്ല കുഞ്ഞ്, അത് ഈശ്വരൻ കനിഞ്ഞു നൽകുന്നതാണ്. അത് തിരസ്കരിക്കുന്നത് മഹാപാപമാണ്. ഈ ഒരു കാര്യം ഒഴിച്ചാൽ മറ്റൊരു നീരസവും റോയ് പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. ഒരുപക്ഷെ സമ്പന്നതയുടെ നടുവിൽ ഒറ്റപ്പെട്ട് ജീവിച്ച മാനസികാവസ്ഥയായിരിക്കും റോയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ആ മനസ്സാനി മാറ്റിയെടുക്കണം. റോയ് മടങ്ങി വരുമ്പോൾ നല്ല നേരത്ത് നല്ല മൂഡിൽ സ്വസ്ഥമായി സംസാരിക്കണം. ജീവിത ലക്ഷ്യവും കുടുംബജീവിതത്തിന്റെ പവിത്രതയുമെല്ലാം റോയെ പറഞ്ഞ് മനസ്സിലാക്കണം. ആനിക്കതിന് കഴിയണം. ആനിയുടെ തീരുമാനങ്ങൾക്ക് കർത്താവിന്റെ പിന്തുണ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ടോം. ഇല്ല നീ തനിക്ക് തെറ്റി. എന്നെ തിരുത്താൻ തനിക്ക് കഴിയില്ല. മദറിന്റെ മുമ്പിൽ മര്യാദക്കാരനായി തനിക്ക് വേണ്ടി യാചിച്ചു എന്ന റോയ് തരനെ കുറിച്ചേ താൻ കേട്ടിട്ടുള്ളൂ. മറ്റൊരു മുഖമുണ്ടായിരുന്നു റോയ്ക്ക്. തന്റെ ഈ കഴുത്തി മിന്നു കിട്ടുന്നവരെ. അനി, ചുറ്റുവട്ടത്തുള്ളവർക്ക് എല്ലാം അറിയാം ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ പെൺകുട്ടി അല്ല ആനിയെന്ന്. റോയ്ക്കൊരു പെണ്ണിനോട് മോഹം തോന്നിയാൽ അവൾ ഇവിടുത്തെ കിടപ്പ് മുറിയിൽ എത്തിയിരിക്കും. അതിനെന്ത് വഴി റോയ് സ്വീകരിക്കും? എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. അത്തരത്തിലൊരു മോഹം നിന്നോട് തോന്നി എനിക്ക്. കഴിഞ്ഞ ഈസ്റ്ററിന് പള്ളി വെച്ച് കണ്ടപ്പോ. പക്ഷേ ഓർഫനേജിലെ അനാഥ പെണ്ണിനെ സ്വന്തമാക്കാൻ പുതിയൊരു വഴി തേടേണ്ടി വന്നു എനിക്ക്. പാവങ്ങൾക്ക് സംഭാവനയായി 5 ലക്ഷം രൂപയും ഒരു പൊന്നിന്റെ മിന്നും. ആ മിന്നുകെട്ടിന്റെ ഔദാര്യവാ മോഹം തീർന്നിട്ട് നിന്നെ ഉപേക്ഷിക്കാത്തത്. ഞാൻ പറഞ്ഞല്ലോ, മൈ ലൈഫ് ഈസ് ഡിഫറെന്റ്. ഇറ്റ് ഈസ് ടു എൻജോയ് ആൻഡ് സെലിബ്രേറ്റ്. അതിനിടയിൽ ഇത്തരം സ്റ്റുപ്പിഡ് സെന്റിമെന്റ്സിനൊന്നും സ്ഥാനമില്ല. You got it? ആശിക്കുന്നത് എന്തും നേടാൻ കർത്താവ് എനിക്കൊരു വഴികാട്ടി തരും. അതുപോലെ മടുക്കുമ്പോ ഉപേക്ഷിക്കാനും. അത്തരത്തിലൊരു പുതിയ വഴിയാവും ഇതും. പക്ഷേ അനാഥാലയത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ വിലക്കുള്ള നിന്നെ ഞാനായിട്ട് ഉപേക്ഷിക്കുന്നില്ല. എന്റെ ശീലങ്ങളെ എതിർക്കാതെ എന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണെങ്കിൽ നിനക്കിവിടെ കഴിയാം, എത്ര നാള് വേണമെങ്കിലും. അതല്ല തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ആനിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്നാലും ചോദിക്കുക, നല്ലവണ്ണം ആലോചിച്ച് തന്നെയാണോ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്? അതെ വിമലേച്ചി, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഇങ്ങനെ ഒരാളോടൊപ്പം എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എനിക്ക് വയ്യ. പക്ഷെ ഇനി എങ്ങോട്ടും പോവാനില്ല എനിക്ക്. ഇന്നലെ തന്നെ ഞാൻ ചിന്തിച്ചതാ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോന്ന്. പക്ഷെ എന്റെ കുഞ്ഞിനെ ഓർക്കുമ്പോ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ആനിക്ക് പോവാനിടയില്ലെന്ന് ആര് പറഞ്ഞു? എന്നോടൊപ്പം വരാ ആനിക്ക്.
ഡിയർ ടോം, ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവുന്നു, പുതിയ പ്രതീക്ഷകളും. ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി ടോം. എന്റെ പൊന്നുമോളുടെ നിഷ്കളങ്കമായ മുഖം ആദ്യമായി കണ്ടപ്പോ ഉള്ളു നീറുകയായിരുന്നു. ഈ ശപിക്കപ്പെട്ടവളുടെ വയറ്റിലാണല്ലോ അവള് പിറന്നതെന്നോർത്ത്. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം മറക്കുന്നു. എന്നാലും ഒരു കടപ്പാടിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു ടോം. എങ്ങു നിന്നോ വന്ന് എന്റെ വിഷമങ്ങൾ അറിഞ്ഞ് എനിക്ക് സ്വാന്തനമേകിയ സണ്ണിയോടുള്ള കടപ്പാട്. എന്ത് തിരിച്ചു നൽകിയാലാ അത് തീര? സണ്ണിയും ആ കുട്ടികളും അമ്മച്ചിയുമെല്ലാം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഇപ്പൊ മാറിയിരിക്കുന്നു. എന്നാലും സണ്ണിയെ ഇനി ബുദ്ധിമുട്ടിക്കാതെ ആ സൗഹൃദത്തിന് വിരാമം ഇടണമെന്ന് മനസ്സ് പറയുന്നു. അങ്ങനെ ചെയ്യുന്നത് നന്ദികേടാണോ? ഒരു മറുപടി തരൂ ടോം. എന്തർത്ഥമാണ് ഇനി ഞാൻ ആ സൗഹൃദത്തിന് നൽകേണ്ടത്? ടോമിന്റെ മറുപടിയും കാത്ത് ആനി. അമ്മച്ചിയോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? അമ്മച്ചി, കഴിഞ്ഞ 3-4 കൊല്ലമായി നാഴികയ്ക്ക് 40 വെട്ടം അമ്മച്ചി ഉരുവിടുന്ന ഒരു കാര്യമില്ലേ? പെണ്ണുകെട്ട് സണ്ണി, പെണ്ണുകെട്ട് സണ്ണീന്ന്. ആണല്ലോ. ആർക്ക് വേണ്ടിയാ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്താ നിന്റെ മനസ്സിൽ അങ്ങനെ വല്ല ചിന്തയും തോന്നിച്ചോ? എന്റെ പൊന്നും കുരിശു മുത്തപ്പ, എന്താ ഞാൻ ഈ കേൾക്കുന്നേ? ഇതും എന്നെ പോലെ രണ്ടാം ഘട്ട. എന്തേ? അത് വേണോടാ സണ്ണിച്ച? കണ്ടോ, എനിക്ക് രണ്ടാം ഘട്ടാവാം, പക്ഷെ പെണ്ണങ്ങനെ പോരാ. ഇതെന്ത് മനസ്ഥിതിയാ അമ്മച്ചി? നീ പറ, ആരാ അത്? അത് പറഞ്ഞ അമ്മച്ചി ഇപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ ഉമ്മ തരും. നീ പറ സണ്ണിച്ച. ആനി. എന്തേ? എനിക്ക് 100 വട്ടം സമ്മതം. പക്ഷേ ആനിക്ക് സമ്മതമാവൂന്നല്ലേ? ആവും. ആനി കത്തിൽ എന്താ എഴുതിയിരിക്കുന്നറിയോ? സണ്ണിയുമായുള്ള ബന്ധത്തിന് എന്തർത്ഥമാ നൽകണ്ടേന്ന്. സണ്ണിയും കുട്ടികളും അമ്മച്ചിയെല്ലാം അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഞാൻ തന്നെയാണ് ടോമെന്നറിഞ്ഞ ഞാൻ വിളിച്ച അവള് വരില്ലേ? അവൾക്കിനിയും ജീവിക്കാൻ ഏറ്റവും സന്തോഷമായ ഇടം ഇവിടെ തന്നെയല്ലേ? മതി, ഇനി ഒന്നും പറയണ്ട. നീ പോയി ആനിയെ കൂട്ടിക്കൊണ്ടുവാ. കർത്താവിന് തിരികെത്തിച്ച് അമ്മച്ചി കാത്തിരിക്കാം. അയ്യോ,
ഭയക്കണ്ട. പഴയ റോയ് അല്ല ഇത്. യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. റോയിയുടെ ജീവിതത്തിലേക്ക് നിന്നെ തള്ളിവിട്ടതില് എനിക്കും പങ്കുണ്ടായിരുന്നല്ലോ. അതിന്റെ പ്രായശ്ചിത്തമാണ് ഞാൻ ഈ ചെയ്തത്. ഇവൻ ചെയ്തത് കടുത്ത തെറ്റാണെങ്കിലും ഇവനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇവനല്ല അതൊക്കെ ചെയ്തത്. ഇവനെ നിയന്ത്രിച്ചിരുന്ന മനസ്സാണ്. നിന്നെ കണ്ടെത്താൻ ഒരുപാട് ഞങ്ങൾ അലഞ്ഞു. കുഞ്ഞു പിറന്ന വിവരത്തിന് ഡോക്ടർ എഴുതിയ കത്തിൽ നിന്നാണ് നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഇനി സംശയിക്കണ്ട അനി. ഈ കുരിശി തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഒരിക്കലും ഇവൻ പഴയ റോയി ആവില്ല. ഇവൻ അതിന് കഴിയില്ല. നിന്നോട് ഇവൻ ചെയ്ത തെറ്റുകൾ പുറത്ത് ഇവന് മാപ്പ് കൊടുക്കുകയാണ് കർത്താവിനോട് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം. ഇനി ഈ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഞാൻ വീഴ്ത്തില്ല. എളുപ്പം ഇറങ്ങപ്പൂ. ശരി. റോയിച്ചനെ പോലെ ഒരു ആൺകുട്ടി മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? എന്നെ പോലെയോ? വേണ്ട. ഇതുപോലൊരാണ് ഇനി ഈ ഭൂമി ജനിക്കരുത്. വളർന്നു വരുമ്പോ ഇവളും തന്നെ പോലെ ആവണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഗുഡ് ഈവനിങ് ആന്റി. അല്ല, ആരാ ഇത്? റോജ, ഇതാ സണ്ണിയുടെ കുട്ടികൾ. പപ്പ എന്തേ? പപ്പ പുറകെ വരുന്നുണ്ട്. കുഞ്ഞുവാവെ കാണണ്ടേ? ദാ ശരിക്ക് കണ്ടോ? കരയല്ലേ? നല്ല വാവ. ആ റോയിച്ച, അകത്ത് സ്വീറ്റ്സ് ഇരിപ്പുണ്ട്, ഒന്നിങ്ങെടുക്കൂ. താങ്ക്സ്. സണ്ണി, ഊഹിക്കാമോ ഇതാരാണെന്ന്? റോയിച്ചനാ. റോയിച്ചൻ തിരിച്ചു വന്നു സണ്ണി. പഴയ റോയിച്ചനായല്ല, കർത്താവ് റോയിച്ചന്റെ കണ്ണ് തുറപ്പിച്ചു. സണ്ണിയെക്കുറിച്ചല്ല ആനി പറഞ്ഞു. അവൾ അനുഭവിച്ച വേദനകൾ കർത്താവിന്റെ കരളലിപ്പിച്ച് കാണും. അതാവും സ്നേഹവും സാന്ത്വനവും നൽകാൻ ഒരു നിയോഗം പോലെ സണ്ണിയെ എത്തിച്ചത്. എല്ലാത്തിനും നന്ദി പറയുന്നു ഞാൻ. കരയല്ലേ? അധികം ഇവിടുത്താ. ആ വാ വാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആനി, ആ സണ്ണി ഇറങ്ങുവാണെന്ന്. അതാ വരുന്നു.
എന്താ ഇത്ര ധൃതി? കുറച്ചു കഴിഞ്ഞ് പോവാം പപ്പ. ശരിയാ പപ്പ. ഏയ് പറ്റില്ല, ഓഫീസിൽ എത്ര കാര്യമുണ്ട്. പിന്നെ ഇവന്മാരെ ഇന്ന് തന്നെ കൊണ്ടുപോയി ആക്കണം അവിടെ. അതുകൊണ്ടാ. ശരി. വരട്ടെ. ശരി. അപ്പു, അച്ചു, വാ. ബൈ. വാ. ആ സണ്ണി, ഒരു മിനിറ്റ്. പോകുമ്പോ ഈ കത്ത പെട്ടിയിലിട്ടേക്കോ. ശരി, വരട്ടെ. ബൈ ആന്റി. ബൈ അങ്കിൾ. വാ മോനെ. ബൈ. ഡിയർ ടോം, ടോമിന് ഏറ്റവും ആനന്ദമുളവാക്കുന്ന ഒരു വാർത്ത അറിയിക്കട്ടെ ഞാൻ. എന്നെയും എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ റോയ്ച്ചൻ വന്നു. ഗബ്രിയേലച്ചന് റോയ്ച്ചന്റെ മനസ്സ് മാറ്റിയെടുത്തത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ ലഭിക്കുകയാണ് ടോം. എനിക്കിപ്പോൾ ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, സണ്ണിയും അമ്മച്ചിയും അച്ചുവും അപ്പും, അങ്ങനെ സ്നേഹമുള്ള ബന്ധുക്കളുണ്ട്. പക്ഷേ ഒരാഗ്രഹം മാത്രം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും വേദനകളിലും എന്നോടൊപ്പം നിന്ന ടോമിനെ എനിക്ക് കാണണം. ആ മുഖം ഒരിക്കലെങ്കിലും കണ്ടാൽ മതി. എന്നിട്ട് ഈ തൂലിക സൗഹൃദം അവസാനിപ്പിക്കാൻ നമുക്ക്. ടോം വരുമെന്ന പ്രതീക്ഷയോടെ, ആനി. പപ്പ, ഇനി നമ്മൾ എങ്ങോട്ടാ? അച്ചു പറ, എങ്ങോട്ടാ നമുക്ക് പോകേണ്ടത്? പപ്പ പറ. പറയട്ടെ. അച്ചും അപ്പും എപ്പോഴും പറയാറുള്ള സ്ഥലമില്ലേ? ഏതാ? ഏത്? വീഗാലാൻഡ്. അത് കഴിഞ്ഞിട്ട് സിൽവർ സ്റ്റോം, ബ്ലാക്ക് തണ്ടർ, പിന്നെ ഡ്രീം വേൾഡ്. അങ്ങനെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ? ഓക്കെ. കേറ. കേറ. ഇരിക്കണം.